ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഒരു കിടിലൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പെപ്പർ ചിക്കൻ ആണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അസാധ്യം തന്നെയാണ്. ഇത് ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും അപ്പത്തിനും എല്ലാം പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിനു വേണ്ടി 1 കിലോഗ്രാം ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തതിന് ശേഷം നന്നായി വാഷ് ചെയ്തെടുത്തതാണ്. ഇനി മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുക. നല്ല ജീരകത്തിൻ്റെ അളവ് കൂടിപ്പോവാൻ പാടില്ല. ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. ഈ പൊടിച്ച മിക്സ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ഉള്ളി സ്ലൈസ് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും 4 പച്ചമുളക് നെടുകെ കീറിയതും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൈ ഉപയോഗിച്ച് നന്നായി ഒന്ന് തിരുമ്മി യോജിപ്പിക്കുക. ആ മസാല ചിക്കനിൽ നന്നായി പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൈ ഉപയോഗിച്ച് നന്നായി തിരുമ്മിയെടുക്കുന്നത്. ഇനി ഇത് അടുപ്പിൽ വെച്ച് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തതിന് ശേഷം ഫ്ലെയിം താഴ്ത്തി വെക്കുക. ഇടയ്ക്ക് ഇതൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. ഇതിൽ ചിക്കനിൽ നിന്നും ഇറങ്ങി വന്ന വെള്ളമാണ് നിങ്ങൾ കാണുന്നത്, അല്ലാതെ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി വെള്ളം നന്നേ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് സമയം എടുത്താൽ ചിക്കൻ നന്നായി കുക്കായി കിട്ടും. ആ സമയം കൊണ്ട് നമ്മൾക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 3 ഗ്രാമ്പുവും 2 കഷ്ണം പട്ടയും ചേർത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവ ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നതിന് വേണ്ടിയിട്ടാണ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് വാടുന്നതിന് വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂണാക്കി കുറയ്ക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി ആ തക്കാളി വഴന്നു വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ആണ് 1/2 കപ്പ് എന്ന് പറയുന്നത്. ഇത് ചേർത്തതിന് ശേഷം ഒന്നുകൂടി വഴറ്റുക. ഇത് അധികം നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്തതിന് ശേഷം ഒന്നുകൂടി വഴറ്റിയതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഇതിലേക്ക് മാറ്റുക. അതിനുശേഷം ഒരു 10 കാഷ്യൂ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്തിരുന്നു. അതുകൂടി ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് കുക്കാവുന്നത് വരെ വെയിറ്റ് ആവുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കാരണം ഇതൊരു കുറുകിയ ചാറോട് കൂടിയാണ് ഉണ്ടാവുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഗീ ചേർത്ത് കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇങ്ങനെ ഒരു കുഴഞ്ഞ ഒരു പരുവത്തിലാണ് ഈ പെപ്പർ ചിക്കൻ ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഈ സമയത്ത് വെള്ളം അധികം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ഇത് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.